ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഒരു ടിപ്പുമായിട്ടാണ്. ഇപ്പൊ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നല്ല തണുപ്പാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി എടുക്കുന്ന ദോശ, ഇഡലി ഇവയ്ക്കുള്ള ബാറ്റർ ഒന്നും നന്നായി പൊങ്ങി വരില്ല. അധിക പേരുടെയും കംപ്ലൈന്റ് അതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ദോശ ബാറ്ററും ഇഡ്ഡലി ബാറ്ററും എല്ലാം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കുമുള്ള ബാറ്റർ ഫെർമെന്റ് ചെയ്ത് വരാൻ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ വേണ്ടിവരും. എന്നാൽ തണുപ്പുള്ള സീസൺ ആകുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കും. 10 മണിക്കൂറും 12ഉം 14 മണിക്കൂർ വരെ എടുക്കും ദോശ ബാറ്റർ നന്നായി ഫെർമെന്റ് ആയി വരാൻ. ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയി ദോശ ബാറ്ററും ഇഡ്ഡലി ബാറ്ററും ഫെർമെന്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാറ്റർ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്ന റൈസ് ആണെങ്കിലും ഉഴുന്നാണെങ്കിലും പഴയത് എടുക്കാതെ പുതിയത് എടുക്കാൻ ശ്രദ്ധിക്കണം. ഉഴുന്ന് പഴയതാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ എമൗണ്ട് ഉഴുന്ന് ഉപയോഗിക്കണം. അതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കുമെല്ലാം റൈസ് എടുക്കുമ്പോൾ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റ് റൈസ് ഉപയോഗിക്കാം, എന്നാൽ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ നന്നായി ഫെർമെന്റ് ആയി വരും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഉണക്കലരി ഉപയോഗിക്കാം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം സോക്ക് ചെയ്തെടുക്കുന്നതാണ്. അതായത് ഇവയെല്ലാം കുതിർത്തിയെടുക്കണം. നമ്മൾ ദോശ ഇഡ്ഡലിയും കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ വേറെ വേറെ സോക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതല്ല ചെറിയ എമൗണ്ട് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് അരച്ചെടുക്കുന്നത്. ഇനി ഗ്രൈൻഡറെല്ലാം ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഉഴുന്നിനെ നന്നായി പതപ്പിച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ബാറ്റർ നന്നായി പൊങ്ങി വരും. അരിയും ഉഴുന്നുമെല്ലാം നന്നായി കഴുകിയതിനു ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ചു വേണം സോക്ക് ചെയ്ത് വെക്കാൻ. ഏകദേശം 8 മണിക്കൂർ സോക്ക് ചെയ്യണം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബാറ്റർ നന്നായി പൊങ്ങി വരികയുള്ളൂ. ഇനി സോക്ക് ചെയ്യാൻ മറക്കുകയാണെങ്കിൽ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് തിളച്ച വെള്ളത്തിലോട്ട് നന്നായി കഴുകി വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും ചേർത്ത് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ കുതിർന്നു വരും. അതുപോലെ തന്നെ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനും. അങ്ങനെ ചെയ്യുകയാണെങ്കിലും ബാറ്റർ നന്നായി പൊങ്ങി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉലുവ ഉപയോഗിക്കുന്നതാണ്. ഉലുവ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കുമെല്ലാം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടായിരിക്കും. ഈ ഉലുവ ബാറ്റർ ഫെർമെന്റ് ചെയ്യാനും സഹായിക്കും. പിന്നെ നമ്മൾ സാധാരണ ബാറ്ററിൽ ചേർക്കുന്ന ഒന്നാണ് വേവിച്ചു വെച്ചിട്ടുള്ള അരി, അല്ലെങ്കിൽ ചേർക്കുന്നതാണ് അവൽ. ഇവയെല്ലാം അരച്ച് ചേർക്കുന്നതും ഫെർമെന്റേഷന് സഹായിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ചോറും അവലുമാണ്. എന്നാൽ വേവിച്ചു വെച്ചിട്ടുള്ള ജവ്വരിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ജവ്വരിയും ബാറ്റർ നന്നായി പൊങ്ങി വരുന്നതിന് സഹായിക്കും. ഇഡ്ഡലിക്കെല്ലാം ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉഴുന്നിനെ നന്നായി അരച്ച് പതപ്പിച്ചെടുക്കണം. എന്നാൽ അരിയെ ഒരുപാട് അങ്ങ് അരച്ച് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലി നന്നായി വരും. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫെർമെന്റേഷൻ കുറച്ച് പതിയെ ആയിരിക്കും. ക്ലോറിനേറ്റഡ് വാട്ടറിലുള്ള ക്ലോറിനും ഫ്ലൂറിനും എല്ലാം ഫെർമെന്റേഷൻ പതിയെ ആക്കുന്നത് കൊണ്ടാണ്. കഴിവതും ക്ലോറിനേറ്റഡ് വാട്ടർ ഒഴിവാക്കി ഫിൽറ്റേർഡ് വാട്ടർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അധിക പേരും ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലോട്ട് ഉപ്പ് ചേർത്ത് വെക്കാറില്ല. ഫെർമെന്റേഷൻ കുറവായിരിക്കും എന്നാണ് പറയാറ്. എന്നാൽ ഞാൻ സാധാരണ ഉപ്പ് ചേർത്താണ് ഫെർമെന്റേഷൻ വെക്കാറ്. ഉപ്പ് ചേർത്ത് ഫെർമെന്റ് ചെയ്ത ബാറ്റർ കൊണ്ട് തയ്യാറാക്കിയെടുത്ത ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഫെർമെന്റേഷനും ഒന്നുകൂടെ ഇത് സഹായിക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോ കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസിനും 1 ടീസ്പൂൺ വീതം ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ കഴിവതും നോൺ അയഡൈസ്ഡ് സാൾട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. റോക്ക് സാൾട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതായത് നമ്മുടെ കല്ലുപ്പ്. ഇപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് ആണ്. ബാറ്റർ പൊങ്ങി വരാൻ കുറച്ച് ചൂടുള്ള ക്ലൈമറ്റ് വേണം. 25 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം ബാറ്റർ പൊങ്ങി വരാൻ. നല്ല തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിനെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ള കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചാൽ മതി. ഓവൻ ഉള്ളവർക്ക് ഓവൻ ഉപയോഗിക്കാം. ഓവന്റെ ലൈറ്റ് ഓൺ ചെയ്തതിനു ശേഷം നമുക്ക് ബാറ്റർ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രത്തിനെ നമുക്ക് ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്തെ ചൂട് നിലനിൽക്കും. അങ്ങനെ ഫെർമെന്റേഷൻ നടക്കും. വേറൊന്ന് ചെയ്യാവുന്നത് വീട്ടിലെ ചൂടുള്ള സ്ഥലത്തെല്ലാം നമുക്ക് കണ്ടെയ്നറിനെ വെക്കാം. ഒരു ഓപ്ഷൻ ഫ്രിഡ്ജിന്റെ അടുത്ത് വെക്കുന്നതാണ്. ഇനി റൂം ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടില്ലെങ്കിലും പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒന്നുകൂടി കൂടുതൽ വെള്ളമാകുകയോ അല്ലെങ്കിൽ വെള്ളം വളരെയധികം കുറയുകയോ ചെയ്താൽ നമ്മുടെ ഇഡ്ലിക്കും ദോശയ്ക്കുള്ള ബാറ്റർ ഒന്നും പൊങ്ങി വരില്ല. കാരണം ഫെർമെന്റേഷന് ആവശ്യാനുസരണം വെള്ളവും വേണം. അരിയും ഉഴുന്നുമെല്ലാം അരച്ചെടുത്തതിനെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫെർമെന്റേഷൻ ഒന്നുകൂടെ പെട്ടെന്ന് നടക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാറ്റർ ഒഴിച്ചു വെക്കുന്ന വെസൽ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കരുത്. ഇതിന്റെ അടപ്പ് കുറച്ച് ലൂസ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചാലും മതി. വെസലിന്റെ പകുതി ഭാഗം മാത്രമേ ബാറ്റർ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ബാറ്റർ ഇരട്ടിയായി വരണം. ചിലരെല്ലാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ യോഗട്ടോ എല്ലാം ഫെർമെന്റേഷന് വേണ്ടി ചേർക്കാറുണ്ട് ബാറ്ററിൽ. അങ്ങനെ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ മാവ് ഫെർമെന്റേഷന് വേണ്ടി വെച്ചിട്ടും പൊങ്ങി വന്നിട്ടില്ല എങ്കിൽ നമുക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്ത് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇനോ പ്ലെയിൻ ഫ്രൂട്ട് സാൾട്ട് ഉപയോഗിച്ചാലും മതി. ഏകദേശം 1 കപ്പ് ഇഡ്ലി ബാറ്ററിനെ ഫെർമെന്റ് ചെയ്ത് എടുക്കാൻ ഇത് മതിയാകും. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന വേറൊരു ടിപ്പാണ്, തലേ ദിവസത്തെ മാവിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ഏകദേശം 1 തവിയോ 1/2 തവിയോ മാവ് മതിയാകും. ഇതിനെ പുതുതായി തയ്യാറാക്കി എടുക്കുന്ന ബാറ്ററിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കിനും ബാറ്റർ നന്നായി ഫെർമെന്റ് ആയി വരും. ഇനി ബാറ്റർ മാറ്റി വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ദോശ ചുട്ടതിന് ശേഷം ബാറ്റർ ഇരുന്നിരുന്ന വെസലിൽ 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയതിനു ശേഷം ഈ വെള്ളം മാറ്റി വെച്ചാൽ മതി. ആ മാവോട് കൂടിയ വെള്ളത്തെ വേണം മാറ്റിവെക്കാൻ. ഈ മാവോട് കൂടിയ വെള്ളം തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസം ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് ചേർത്ത് അരച്ചെടുത്താൽ മതി. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ടിപ്പാണിത്. ഞാൻ സാധാരണയായി ദോശ ബാറ്ററും ഇഡ്ലി ബാറ്ററും എല്ലാം ഫെർമെന്റ് ചെയ്യിക്കുന്ന 1-2 മെത്തേഡുകളൂടെ കാണിക്കാം. അതിൽ നമുക്ക് ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുള്ള ദോശ ബാറ്ററാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസത്തെ മാവ് ചേർത്ത് അരച്ചു വെച്ച ബാറ്ററാണിത്. ഇതിനെ ഇങ്ങനെ തന്നെ വെച്ചാൽ തന്നെ നന്നായിട്ട് ഫെർമെന്റ് ആയി വരും. നല്ല തണുപ്പുള്ള സമയത്ത് ഉണ്ടാക്കിയ ദോശ ബാറ്ററാണിത്. ഒന്നുകൂടി പെട്ടെന്ന് ഫെർമെന്റ് ആയി വരുന്നതിന് വേണ്ടി ഞാൻ ഒരു ഇലക്ട്രിക് കുക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ടാണ് ബാറ്റർ ഒഴിച്ചിട്ടുള്ള വെസൽ വെച്ചിട്ടുള്ളത്. ഇനി ഇലക്ട്രിക് കുക്കറിന്റെ വാം ഓപ്ഷനിൽ വെക്കാം. ഇതിന് പകരമായിട്ട് കുക്കറിൽ യോഗട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ യോഗട്ട് ഓപ്ഷനിൽ വെച്ച് ഈ ബാറ്ററിനെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചാലും മതി. 7 മണിക്കൂറിന് ശേഷമുള്ള ബാറ്ററാണിത്. ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. നന്നായി പതഞ്ഞ് നല്ല ദോശയുടെ സ്മെല്ല് വരുന്നുണ്ട്. നന്നായി ഫെർമെന്റ് ആയി വന്നിട്ടുള്ള ബാറ്ററിന് ഇഡ്ലിയുടെയോ അല്ലെങ്കിൽ ദോശയുടെയോ എല്ലാം സ്മെല്ലായിരിക്കും. അല്ലാത്ത ബാറ്ററിന് ഉഴുന്നിന്റെ പച്ച സ്മെല്ല് ഉണ്ടായിരിക്കും. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക് പാനിലാണ് ചുട്ടെടുക്കുന്നത്. ഇതിന് പകരമായി കാസ്റ്റ് അയൺ പാൻ ഉപയോഗിക്കാം. നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കട്ടി കുറച്ചാണ് ഞാൻ ദോശ ഒഴിച്ചിട്ടുള്ളത്. അടുത്ത ദോശ കൂടെ ഒഴിക്കാം. ദോശ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്ററാണിത്. ഈ ബാറ്ററിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ചെറിയൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസം ദോശ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് മിക്സ് ചെയ്ത് അരച്ചെടുക്കാൻ മതി. ദോശ നല്ല ഫെർമെന്റ് ആയി വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും നമുക്ക്. ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ബാറ്ററിനെ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഡ്ലി ബാറ്ററാണിത്. ബാറ്റർ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം. തെർമൽ കുക്കർ അല്ലെങ്കിൽ റൈസ് കുക്കർ ഉപയോഗിച്ച് നമുക്ക് തണുപ്പുള്ള സീസണിൽ നല്ല ദോശ ബാറ്റർ അല്ലെങ്കിൽ ഇഡ്ലി ബാറ്റർ റെഡിയാക്കി എടുക്കാം. റൈസ് കുക്കറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന്റെ അകത്ത് കുറച്ച് ചൂടുണ്ടാക്കി എടുക്കണം. ഇനി ഇതിന്റെ മുകളിലായി നമ്മുടെ ബാറ്റർ വെക്കാം. അടച്ചു വെക്കാം. രാവിലെ ആകുമ്പോഴേക്കും നല്ല ബാറ്റർ കിട്ടും. ഇങ്ങനെ റൈസ് കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയ ദോശ ബാറ്ററാണിത്. ദോശ ബാറ്റർ നന്നായി വന്നിട്ടുണ്ട്. ദോശ ഒഴിച്ചു നോക്കാം. ഇതുപോലെ തന്നെ അടുപ്പ് യൂസ് ചെയ്യുന്ന വീടുകളിലാണെങ്കിൽ അടുപ്പിന് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിനെ അടുപ്പിന്റെ മുകളിൽ വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ നന്നായി പൊങ്ങി വരും. നല്ല ദോശയായിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ ഇഡ്ലിയും ദോശയും എല്ലാം നല്ല പെർഫെക്റ്റ് ആയി വരികയുള്ളൂ. ഈ ടിപ്പുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും ടിപ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.